നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരക്കൊടി ഉയർത്തുന്ന നായ്ക്കനാലിലെ കാലപ്പഴക്കം ചെന്ന ആൽമരം മുറിച്ചു നീക്കി. ചിതലരിച്ചുപോയ മരം പുനർജീവിപ്പിക്കാനാകില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചതോടെയാണ് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് ബാക്കി ശിഖരങ്ങൾ വെട്ടാനായില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തെ വീട്ടുടമയുടെ പരാതിയിൽ 3 മാവുകളും ലേലം ചെയ്യാൻ PWD അധികൃതർ എത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ലേലം റദ്ദാക്കിയിരുന്നു. പിന്നീട് ഒരു മാവ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതും പ്രതിഷേധത്തിനിടയാക്കി. ആളൂർ പഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ വൃക്ഷചികിത്സകൻ D. ബിനു മാവിന് ചികിത്സ നൽകിയതിന്റെ ഫലമായി മാവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ വളർന്ന് പൂത്ത് നിറയെ മാങ്ങകളുമായി നിൽക്കുകയാണ്. അതോടൊപ്പം സമീപത്തെ മറ്റൊരു മാവിന്റെ കൊമ്പുകളാണ് ഇന്നലെ വെട്ടിമാറ്റിയത്. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവിന്റെ ചുവട്ടിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ വൃക്ഷമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുമാവ് സംരക്ഷകനായ M. മോഹൻദാസ് അധ്യക്ഷനായി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി MS ജയചന്ദ്രൻ, പക്ഷി നിരീക്ഷകൻ KS റാഫി, CV ജോസ്, NO ജോസഫ്, EK ജനാർദ്ദനൻ, SM വിജയകുമാർ, ജോസ് വടക്കൻ എന്നിവർ സംസാരിച്ചു. ഇനിയും മരങ്ങൾ വെട്ടാൻ ശ്രമമുണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ആളൂർ. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ മാവിനെ എൻ്റെ കൊമ്പുകൾ വെട്ടാനും മാവ് തന്നെ വെട്ടും എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്, വെട്ടാൻ വന്ന ആളുകളും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ കുറേ കൊമ്പുകൾ വെട്ടിയപ്പോൾ കുറേ കൊമ്പുകൾ അധികം വെട്ടി, എന്നാലും കൂടുതൽ നാട്ടുകാരൊക്കെ ഇടപെട്ടതുകൊണ്ട് മുഴുവൻ വെട്ടി നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും വെട്ടുമെന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യാതൊരു പ്രശ്നമില്ലാതെ ആർക്കൊരു ഉപദ്രവമില്ലാതെ നല്ല രീതിയിൽ തഴച്ചു വളർന്ന് തണൽ വിരിച്ച് നിൽക്കുന്ന ഈ മാവുകൾ വെട്ടി നശിപ്പിക്കുന്നത് ആരുടെയൊക്കെയോ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ് അതിനകത്തുള്ളത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം വരെ കുട്ടികൾക്ക് വേനൽ അവധി അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് കണക്കിലെടുത്ത് തൊഴിലാളികൾക്കുൾപ്പെടെ സർക്കാർ പുതുക്കിയ തൊഴിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ മൗലിക അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ്. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ബാലാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും മുൻ ഉത്തരവുകൾ പ്രകാരം കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങി എല്ലാ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളും ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവധിക്കാല ക്ലാസുകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ യാതൊരു കാരണവശാലും സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്നും ഇത് ലംഘിക്കുന്ന വിദ്യാലയങ്ങളെ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരക്കൊടി ഉയർത്തുന്ന നായ്ക്കനാലിലെ കാലപ്പഴക്കം ചെന്ന ആൽമരം മുറിച്ചു നീക്കി. ചിതലരിച്ചുപോയ മരം അപകടാവസ്ഥയിലായിരുന്നു. ഈ മരത്തെ പുനർജീവിപ്പിക്കാനാകില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചതോടെയാണ് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. പകരം പുതിയൊരു ആൽ നട്ട് അതിന്മേലാണ് പൂര പതാക സ്ഥാപിക്കുക. കഴിഞ്ഞ വർഷം ആലിന്റെ കൊമ്പ് പൊട്ടി വീണ് വാച്ച്മാന് ഗുരുതര പരിക്കേറ്റിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ആലിന്റെ ചില്ലകളെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു.
വടക്കുന്നാഥൻ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി അനുജ്ഞ പ്രാർത്ഥന നടത്തി അനുവാദം വാങ്ങിയാണ് ആൽമരം മുറിച്ചു തുടങ്ങിയത്. അടുത്തു തന്നെ പുതിയ ആൽമരത്തൈ നടും. പ്രവർത്തനങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതിയോടെ തിരുവമ്പാടി ദേവസ്വമാണ് നേതൃത്വം നൽകുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇതിന് കൊടുക്കും KSRTC സംതൃപ്തമാക്കുന്നതിന് വേണ്ടി KSRTC പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് KSRTC പെൻഷൻകാരെ സംബന്ധിച്ചും പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TV തിലകൻ അധ്യക്ഷത വഹിച്ചു. TB രവി, TH വിശ്വംഭരൻ, M ബാലസുബ്രഹ്മണ്യൻ, CM ഗംഗൻ, PC രവി, NK വേലായുധൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പിണ്ടാണി സെന്റ് പോൾ കുരിശുപള്ളിയുടെ കൂദാശകർമ്മം നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുക്കാടൻ കൂദാശകർമ്മം നിർവഹിച്ചു. ദേവാലയ വികാരി ബിനോയ് പോഴേലിപ്പറമ്പിൽ, ഫാദർ ജോസ് മാളിയേക്കൽ, ഫാദർ വിൽസൺ ഈരത്തറ, ഫാദർ ആൻഡു ആലപ്പാടൻ, ഫാദർ ബിനോയ് പോഴേലിപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അലൻ തെക്കുംപുറം, വാർഡ് മെമ്പർ PC ബാബു, ദേവസി ചിറയത്ത്, ആന്റണി ചിറയത്ത്, VA ജോയ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരക്കൊടി ഉയർത്തുന്ന നായ്ക്കനാലിലെ കാലപ്പഴക്കം ചെന്ന ആൽമരം മുറിച്ചു നീക്കി. ചിതലരിച്ചുപോയ മരം പുനർജീവിപ്പിക്കാനാകില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചതോടെയാണ് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.